ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ 5 ദിവസത്തെ നൈറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് നൈറ്റ് ഓഫ് ആണ്. അപ്പോൾ പിന്നെ ഈ റൂമൊക്കെ വൃത്തിയാക്കുക, അടിച്ച് വരാമെന്നുള്ളൊരു പ്ലാനിലാട്ടോ ഇരിക്കുന്നത്. തുടങ്ങിയാലോ? ബാ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഹോസ്റ്റലിലാട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ നൈസായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾക്ക് 5 പേർക്കും ഡിഫറെൻറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആട്ടോ. അപ്പോൾ വേറെ ആരും റൂമിലുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ വൃത്തിയാക്കി വെക്കാം. കാരണം നമ്മളെല്ലാവർക്കും ഇപ്പോൾ കുറച്ച് പേർക്ക് നൈറ്റ്, കുറച്ച് പേർക്ക് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഉറങ്ങുമായിരിക്കില്ല. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഫാനൊക്കെ ഓഫ് ചെയ്ത് വൃത്തിയാക്കി എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ഒക്കെ ആവില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചവരെല്ലാം പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയായിട്ട് ഞാൻ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പിന്നീട് പറഞ്ഞ ഗൈസ്, അതുകൊണ്ടല്ല എനിക്ക് ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് നോൺ വോയിസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ പലപ്പോഴും ഇട്ടിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു. ഇത് കിട്ടി കഴിയുമ്പോഴത്തെ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു ചിന്ത എനിക്കുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയും. ഇതായിരുന്നു കേട്ടോ എൻ്റെ പരിപാടി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഒക്കെ അറിയാൻ പറ്റും. ഞാൻ ഇതുപോലെ റീൽസൊക്കെ എടുക്കും, ഓൺ വോയിസ് വീഡിയോ എടുക്കും, ഓൺ വോയിസിൻ്റെ ഇതെടുക്കും, പിന്നെ ഡിലീറ്റ് ആക്കലും. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നീ എന്താണ് എപ്പോഴും ഡിലീറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ ഇട്ടിട്ട് പിന്നെ റീൽസ് കാണുന്നില്ല. ഞാൻ പറയും എനിക്ക് അത് കുറച്ച് കോൺഫിഡൻസ് കുറവാന്നൊക്കെ. പക്ഷെ ഉണ്ടല്ലോ ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാനൊരു എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇടാനായിട്ട് കിട്ടിയില്ല. അത് ഞാൻ ഒന്ന് പ്രിപ്പയർ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോണിൽ കിടന്ന് ഒരു വീട്ടിലുള്ള എൻ്റെ അമ്മയും എൻ്റെ ഒരു കുഞ്ഞു പൂച്ചയുടെ സംസാരിക്കുന്ന വീഡിയോ, അതായത് അവൻ മാറി പിണങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്നെടുത്ത് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു. ആ ഫേസ്ബുക്കിൽ ഇട്ട വീഡിയോയ്ക്ക് ഗൈസ് 1000 വ്യൂവേഴ്സ് ഒരൊറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് കയറി. കാരണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇടുന്ന വർക്ക് ഞാൻ വരയ്ക്കുന്നതൊക്കെ കേട്ടോ. ഞാൻ വരയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ പോലും എനിക്ക് അത്രയും റീച്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഓൺ വോയിസ് വീഡിയോയ്ക്ക്, അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കയറി. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാ വെറുതെ ഞാൻ മാറി നിൽക്കുന്നത്, അല്ലേ, ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്താണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ. ഇത് ഞാൻ ഡിലീറ്റ് ആക്കിയോ കാര്യങ്ങളൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. കേസ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. മേക്കപ്പ് അല്ല, ഒരു സെറം തേക്കുന്നുണ്ട് കേസ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു വയൽ സെറാണ്, ഇൻസ്റ്റയിലെല്ലാം കണ്ടിട്ട് മേടിച്ച സെറാണ് കേട്ടോ. ഇത് സെലിബ്രിറ്റി, ചില ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, സെലിബ്രിറ്റിക്ക് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടല്ലേ നമുക്ക് അതിൻ്റെ എഫക്റ്റൊക്കെ എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാത്തത്, ഞാൻ ഇതിനെപ്പറ്റി പറയാത്തത് അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗൈസ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്യുക കേട്ടോ. താങ്ക് യു, ബൈ.